ഹരേ കൃഷ്ണ. മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ രാശിമാറ്റവും ഉണ്ടല്ലോ മനുഷ്യ ജീവിതത്തിലേക്ക് വ്യത്യസ്തമായ നേട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അനുകൂല ഫലങ്ങൾ ലഭിക്കുമ്പോൾ ചില അവസരങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. അപ്പോൾ ആരോഗ്യം, ധനം, കരിയർ, ജോലി, വ്യക്തി ജീവിതം എന്നിവയൊക്കെ എല്ലാം തന്നെ അനുകൂലമായി മുന്നേറണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ ഒരാളിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. അപ്പോൾ പുതുവർഷത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ തന്നെയുണ്ട്. പ്രത്യേകിച്ചിട്ട് കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതും എന്താ പറയുക, അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുമായ ചില പ്രധാന ജ്യോതിഷ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. ചൊവ്വയും ശുക്രനും സംയോജിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടല്ലോ ഉണ്ടാവുന്ന ഒരു ഗ്രഹമാറ്റങ്ങൾ ഞാൻ പറയാൻ പോകുന്ന രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഇത് ആരൊക്കെ എന്നാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ഇടവം രാശി, തുലാം രാശി, ധനുരാശി. ഈ 3 രാശിക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത്. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. ജനുവരി മാസത്തിൽ നിരവധി പ്രധാന മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മകരം രാശിയിൽ ശുക്രനും ചൊവ്വയും സംയോജിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടല്ലോ ഒരു പ്രധാന ജ്യോതിഷ യോഗമാണ് രൂപം കൊള്ളുന്നത്. ഈ ഗ്രഹസംയോഗം ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു ഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ചൊവ്വയും ശനിയും മകരം രാശിയിൽ ഒന്നിക്കുന്നതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ശുക്രമംഗള യോഗം രൂപപ്പെടുന്നതോടെ ഞാൻ പറയാൻ പോകുന്ന രാശിക്കാർക്ക് പ്രത്യേകമായിട്ട് അനുകൂല ഫലം ലഭിക്കുന്നു എന്നാണ് നമ്മുടെ ജ്യോതിഷ ഫലം പറയുന്നത്. ഇനി നമുക്ക് ഇടവൻ രാശിയിലെ രാശിഫലത്തിലേക്ക് കടക്കാം. ഇടവൻ രാശിക്കാർക്ക് ശുക്രമംഗള യോഗം ഉണ്ടല്ലോ ഏറെ അനുകൂലമായ ഫലമായിട്ടാണ് ലഭിക്കാനായിട്ട് പോകുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭാഗ്യത്തിന്റെ ശക്തമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇത്. ധനലാഭവും സാമ്പത്തിക പുരോഗതിയും പ്രതീക്ഷിച്ചതിൽ അധികം കൂടുതലായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും. ഈ കാലയളവിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ മികച്ച നേട്ടവും വിജയമൊക്കെ കൈവരിക്കാനായിട്ട് കഴിയും. കൂടാതെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഒക്കെ തുടക്കം കുറിക്കുന്ന ഒരു പ്രധാന ഘട്ടം കൂടിയാണ് ഇത്. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല മാറ്റങ്ങളും ഉയർച്ചകളും യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വ്യക്തിഗതവും പ്രൊഫഷണൽ പരവുമായ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായ ഒരു ഘട്ടം കൂടിയാണ് ഇടവൻ രാശിക്കാർക്ക് കാത്തിരിക്കുന്നത്. അടുത്തത് തുലാം രാശി. തുലാം രാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ ജാതകത്തിലെ 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. സുഖവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് സന്തോഷകരമായ അനുഭവങ്ങളാണ് നൽകാൻ പോകുന്നത്. വാഹനം, വീട്, ഭൂമി എന്നിവയൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു അനുകൂല അവസരങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ബുദ്ധിപരമായിട്ട് വളർച്ചയ്ക്കും പുതിയ ചിന്തകൾക്കൊക്കെ തുടക്കം കുറിക്കാനും അനുയോജ്യമായ ഒരു സമയമാണ്. എല്ലാ ഘട്ടങ്ങളിലും ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുകയും വരുമാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു സാധ്യത തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും പുരോഗതിയും ഒക്കെ അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിൽ മികച്ച മുന്നേറ്റവും കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. ആഗ്രഹങ്ങൾ ക്രമമായിട്ട് നിറവേറ്റപ്പെടുകയും ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അടുത്തത് ധനുരാശി. ഈ കാലഘട്ടത്തിൽ നിരവധി മാറ്റങ്ങളാണ് ഇവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. അവയിൽ ഭൂരിഭാഗവും സന്തോഷകരവും അനുകൂലവുമായ അനുഭവങ്ങളായിരിക്കും. ചൊവ്വയും ശുക്രനും സംയോജിക്കുന്നതിന്റെ ഫലമായിട്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. വാക്കുകളിലൂടെയുണ്ടല്ലോ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് കൂടുതൽ ശക്തമാകും. അതിന്റെ ഗുണഫലമായിട്ട് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കാനുള്ള അവസരങ്ങളൊക്കെ തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ഒരു വലിയ നേട്ടങ്ങളിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. വരുമാനം ഗണ്യമായിട്ട് ഉയരുകയും ജീവിതത്തിലെ ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു കാണുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും നോക്കുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു അനുകൂല കാലഘട്ടം എന്ന് വേണം പറയാൻ.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.